അതിൽ നിന്നും ഒരു ചായ കുടിച്ചിട്ടാകാം ഇനി യാത്ര എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി ആയിട്ടുള്ളൂ, പക്ഷേ വെയിൽ കാര്യങ്ങളൊക്കെ നല്ലോണം ഈ ഒരു ഏരിയയിൽ ഉണ്ട്. മടനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. മടനപ്പള്ളി ടൗണ് ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷണങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളെ നെസ്റ്റോളജിങ് ഫീലിംഗ് വരുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നേക്ക് പോകുന്നത്. ഫുട്പാത്തിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൊച്ചു സുന്ദരി മിടുക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം. എങ്കിലും അത് വല്ലാത്തൊരു രാവിലത്തെ ഒരു നല്ലൊരു കാഴ്ചയായിപ്പോയി. ഈ കാണുന്ന ഏരിയയിലാണ് മടനപ്പള്ളി വെജിറ്റബിൾ മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റുകളൊക്കെ തന്നെ ദാർപ്പായി കൊണ്ടാണ് മേൽക്കൂര പണിതിട്ടുള്ളത്. ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി പോലെയാണ് തോന്നുന്നത്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൊടിതോരണങ്ങളാൽ ഒരു മരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ അണ്ണമയ ഡിസ്ട്രിക്റ്റിലാണ് മടനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വരുന്നത്. നല്ല വൃത്തിയും ഫുഡിന് പേരുകേട്ട സ്ഥലവുമാണ് മടനപ്പള്ളി. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നിന്നും തക്കാളികൾ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്നും എക്സ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള നല്ലൊരു വാർത്തയും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇത് റീറ്റെയിൽ മാർക്കറ്റാണ്. ഇവിടങ്ങളിൽ ഒരു പലചരക്കിൻ്റെ കട കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി. എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇങ്ങനെ പാക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു ആടിനെ കാണാം. ആടിനെ കണ്ടപ്പോഴാണ് അപ്പുറത്തായിട്ടൊരു കൂട്ടിൽ കുറേ ആടുകളെയും കാണാൻ സാധിച്ചത്. പിന്നീട് നമ്മൾ ഉള്ളിയുടെ ഒരു കലവറ ഇവിടെ നോക്കി. വ്യത്യസ്തമായിട്ടുള്ള ഉള്ളികളാണ് കാണാൻ സാധിക്കുന്നത്. 3 തരം ഉള്ളികൾ 3 തട്ടിലായിട്ട്. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് 3 ഐറ്റമാണ്, 3 ഏരിയയിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള പ്രത്യേകത. ഈ ഒരു വ്യക്തി നമുക്ക് വിശദീകരിച്ച് തരികയാണ് ഉള്ളികളെ പറ്റിയിട്ടുള്ളത്. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് വളരെയധികം സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളോട് പ്രതികരിച്ചതൊക്കെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഈ ഉള്ളി നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ വിവിധതരം ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഇതാണ് ഉള്ളിയുടെ മാറ്റം. ചെറുത്, വലുത്, പിന്നെ കാണുന്ന വലുത്. ഇത്രത്തോളം വൃത്തിയിൽ ക്ലീൻ ആക്കിയിട്ട് ടേബിളിൽ കാണുമ്പോൾ പ്രത്യേക ഒരു രസമാണ് ഉള്ളിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച്. വിവിധതരം കടകളിലൊക്കെ തന്നെ ഈ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേടുവരാത്ത പച്ചക്കറികളായിട്ടുള്ള ഇതുപോലത്തെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം അടങ്ങിയ കടകൾ. ഇതിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ഫുഡ് കോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സംരംഭമാണ്. 5 രൂപയ്ക്ക് ഒരു നേരത്തെ ഫുഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഴമയെ ഉണർത്തുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നേ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള മടനപ്പള്ളി തക്കാളി മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു കാഴ്ച. അവിടെ ഈ തട്ടുകൾ നിർമ്മിക്കുന്ന ഒരു കട കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഓരോ തട്ടിനും റേറ്റ് വരുന്നത് 150 രൂപയാണ്. മുന്നിലേക്ക് പോയപ്പോൾ ഇതുപോലെ 2 ഗേറ്റുകൾ കാണുകയാണ്. ഗേറ്റുകൾ കടന്നതും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ചുമരുകളിലൊക്കെ തന്നെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റ്. ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് തന്നെയാണ്. 4000 രൂപയാണ് മന്ത്ലി ഇവിടെ ഇവർക്ക് വാടക വരുന്നത്. ഓരോ സ്റ്റാളിനും വ്യത്യസ്തമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എത്രത്തോളം മനോഹരമായിട്ടും വൃത്തിക്കുമാണ് ഈ മാർക്കറ്റ് കാണുന്നത് എന്നാണ് ഞാനിങ്ങനെ നോക്കി കണ്ടത്. സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു മരം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷപൂർവ്വമാണ് ഇവരൊക്കെ നമ്മളോട് സംസാരിച്ചത്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അവരിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസിംഗ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കാനും കൂടി ആയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ ഒരു സ്റ്റാളുകളൊക്കെ തന്നെ കാണുന്നത് എന്നുള്ളത്. കേരളം എന്ന് പറയുമ്പോൾ വളരെയധികം സ്വീകാര്യതയാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത്. അവിടെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പുറമേ നിന്നും നമുക്ക് കിട്ടുന്നത്. മദനപ്പള്ളിയെ പോലെ ഒരു ടൗണ് നമ്മൾ ആന്ധ്രയിൽ കണ്ടിട്ടില്ല ഇതുവരെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രത്തോളം വൃത്തിയുള്ള സാഹചര്യവും നല്ല കേരള മോഡലുള്ള ഫുഡുമാണ് ഇവിടെ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാർക്കറ്റിൻ്റെ മുഖച്ഛായം തന്നെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ കണ്ട മാർക്കറ്റ് ദാർപ്പായി പോയിച്ചിട്ട് ഒരു പഴമയിൽ ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകളെ പോലെയാണെങ്കിൽ ഇത് വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റായി പോയി. ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ മെയിൻ കവാടം വരുന്നത്, ഈ ഒരു ചെറിയ മാർക്കറ്റ്.